അങ്ങനെ കൊടും ചൂടിനിടെ ആശ്വാസകരമായ വാർത്ത കൊച്ചിയിൽ നിന്ന് മധ്യകേരളത്തിൽ നടക്കം വരികയാണ്. ശക്തമായ വേനൽ മഴ ലഭിച്ചിരിക്കുന്നു. ഇടുക്കിയിൽ ദേശീയപാത 85-ന്റെ പാതയോരങ്ങളിൽ മരങ്ങൾ കടപുഴകി വീഴുന്നു എന്ന വാർത്തകൾ കൂടി വരികയാണ്. അപകട വാർത്തയും വരുന്നു. വേനൽച്ചൂടിന് വേനൽ മഴ ആശ്വാസമാണെങ്കിൽ ഇത്തരത്തിൽ വരുന്ന നാശനഷ്ടങ്ങൾ അത് വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. പലയിടത്തും ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു എന്ന വാർത്ത വരുന്നു. ഹൈറേഞ്ചിൽ നേരിമംഗലം മുതൽ വാളറ വഴിയുള്ള മേഖലയിലാണ് ശക്തമായി മഴ പെയ്യുന്നത്. ഗതാഗത തടസ്സം നീക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. തൊടുപുഴ ഊന്നുകൽ പാതയിലും ഗതാഗത തടസ്സമുണ്ട്. കൊച്ചി നഗരത്തിലും വേനൽ മഴ ശക്തമാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ കാറ്റും മഴയും രേഖപ്പെടുത്തുന്നു. കൊച്ചിയിൽ നിന്നും ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട്. ശ്യാം, വേനൽ മഴ ഏവരും പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷേ ഉണ്ടാകുന്ന നാശനഷ്ടം അത് വലുതായി മാറുന്നുണ്ടോ? മഴയുടെ തോത് എങ്ങനെ? ഏതൊക്കെ മേഖലയിലാണ് ശക്തമായ കാറ്റും വീശുന്നത്? ശ്യാം, പ്രതീക്ഷ എന്തായാലും കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസകരമായ കാര്യമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കനത്ത ചൂടായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട്. തുടർച്ചയായ ചൂട് അനുഭവപ്പെടുന്നതിനിടെയാണ് വൈകിട്ട് 5 മണിക്ക് ശേഷം മഴ വന്നത്. മഴ അത് ശക്തിയായ മഴയായിരുന്നു. ഏകദേശം 1 മണിക്കൂറിലധികം നേരം ഈ മഴ ശക്തി പ്രാപിച്ചു. കാറ്റും ഉണ്ടായിരുന്നു. എന്നാൽ വലിയ നാശനഷ്ടങ്ങളും മറ്റും തന്നെ നിലവിൽ കൊച്ചി നഗരത്തിൽ രേഖപ്പെടുത്തിയില്ല. പക്ഷേ നഗരത്തിന് പുറത്ത് നല്ല രീതിയിൽ കാറ്റും മഴയും ഉണ്ടായിട്ടുണ്ട്. പലയിടങ്ങളിലും മരങ്ങളും മറ്റുമൊക്കെ ചെറിയ തോതിൽ കടപുഴകി വീഴുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആലുവ മേഖലയിലും അതോടൊപ്പം തന്നെ കാലടി മേഖലയിലുമൊക്കെ നല്ല രീതിയിൽ മഴ ലഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ മഴയോടൊപ്പം തന്നെ ശക്തമായ ഇടിയും ചെറിയ തോതിലുള്ള മിന്നലുമൊക്കെ ഉണ്ടായിട്ടും ഉണ്ട്. എന്നാലും നഗരത്തെ സംബന്ധിച്ച് ഒരു ആശ്വാസകരമായ കാര്യം തന്നെയാണ് ഈ മഴ പെയ്തത്. കാരണം കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് കനത്ത ചൂട് തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് ഒരു ആശ്വാസം എന്നോണം ഇപ്പോൾ ഈ ഭൂമിയെ തണുപ്പിച്ചുകൊണ്ട് വലിയ തോതിലൊരു 1.5 മണിക്കൂറിലധികം നേരമാണ് മഴ ശക്തമായ രീതിയിൽ നിന്നത്. ഇപ്പോൾ മഴ നിലച്ച അവസ്ഥയാണ് ഉള്ളത്. കൊച്ചിയിൽ നിന്നും ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത്. കനത്ത ചൂടാണ്. ആ ചൂടിനിടെയാണ് ആശ്വാസം എന്ന നിലയിൽ വേനൽ മഴ എത്തുന്നത്. വേനൽ മഴ പലയിടത്തും അങ്ങനെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. അത് കടപുഴകി മരങ്ങൾ വീഴുന്നു. വീഴാറായ മരങ്ങൾ ഒരുപാടുണ്ട്. അത് ഗതാഗത തടസ്സമുണ്ടാക്കുകയും ചെയ്തതോടെ ജെയിൻ കൂടി ചേരുന്നുണ്ട്. ജെയിൻ, മലയോര മേഖലയിൽ എങ്ങനെയാണ് മഴയുടെ തോത് എങ്ങനെയാണ്? അവിടെയും മരങ്ങൾ വീണുള്ള തടസ്സങ്ങളുണ്ടോ? പ്രതീക്ഷ, തീർച്ചയായിട്ടും ഇടുക്കിയുടെ മലയോര മേഖലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചിട്ടുണ്ട്. എല്ലായിടത്തും മഴയില്ല, പക്ഷേ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ കാറ്റും ഇടിമിന്നലും അതോടൊപ്പം തന്നെ ശക്തമായ മഴയുമാണ്. നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ വാളറ നേരിമംഗലം പാതയിലാണ്. ഇവിടെ വ്യാപകമായി മരങ്ങൾ ഒടിഞ്ഞ് റോഡിലേക്ക് വീണിരുന്നു. ഇതൊക്കെ നീക്കം ചെയ്യുന്നതിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ തൊടുപുഴയിൽ നിന്ന് ഊന്നുകൽ വഴി നേരിമംഗലത്തേക്ക് പോകുന്ന വഴിക്കും പലയിടത്തും ഇത്തരത്തിൽ മരങ്ങൾ ഒടിഞ്ഞു വീണും കടപുഴകി വീണുമൊക്കെ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. മറ്റ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ ഗതാഗത തടസ്സമാണ് പ്രധാനമായിട്ടും ഉണ്ടായിരിക്കുന്നത്, മരങ്ങൾ വീണുള്ള തടസ്സം. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചിലയിടങ്ങളിൽ മാത്രമാണ് ശക്തമായ മഴ ലഭിച്ചിരിക്കുന്നത്. പക്ഷേ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് വൈകുന്നേരം മുതൽ. തൊടുപുഴ നഗരമടക്കം ഉള്ള സ്ഥലങ്ങളിൽ സമീപത്ത് വരെയൊക്കെ മഴ പെയ്തിട്ടുണ്ട്. പക്ഷേ തൊടുപുഴ നഗരത്തിൽ ഇതുവരെ മഴയൊന്നും പെയ്തിട്ടില്ല. പക്ഷെ അതേപോലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ കാറ്റും മഴയും ഒക്കെ ലഭിക്കുന്നുണ്ട്. ശരി, ജയനാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിലെ മലയോര മേഖലകളിലും ഒറ്റപ്പെട്ട മഴയെന്നാണ് അറിയാൻ കഴിയുന്നത്.